മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി, ടേസ്റ്റി ബോട്ടണി. ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ കുട്ടികൾക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ഒരു വലിയ ചാപ്റ്ററിൻ്റെ എങ്ങനെ വളരെ ബ്രീഫായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പം നമ്മുടെ ഫുൾ ചാപ്റ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ മക്കളെ, അപ്പൊ സെല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ജീവജാലങ്ങളിലും സെല്ലുകളുണ്ടല്ലേ. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ല്. ഓരോ സെല്ലുകൾ ഇങ്ങനെ കോടാനക്കോടി സെല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് എല്ലാ ജീവജാലങ്ങളും ഭൂമിയിലുള്ളത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ എങ്ങനെ നമുക്കത് ബ്രീഫായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് സെൽ. ഓക്കെ, then Anton van Leeuwenhoek first saw and described a living cell. ഒരു ലിവിങ് സെല്ലിനെ ആദ്യമായിട്ട് കണ്ട ആള് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത ആളെ നിങ്ങൾക്ക് അറിയാം, ലീവൻഹോക്ക് അല്ലേ. ഓക്കെ, ആൻഡ് ദെൻ ഇനി റോബർട്ട് ബ്രൗൺ. ഓക്കെ, റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത് അല്ലെ. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. പിന്നെ ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെൽ തിയറി. എപ്പോഴും ചോദിക്കാറുണ്ട്, സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? സെൽ തിയറി പ്രപ്പോസ്ഡ് ബൈ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. ഓക്കെ, ഈ രണ്ട് പേരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെൽ തിയറി പ്രപ്പോസ്ഡ് ബൈ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ്സ് മോഡിഫൈഡ് ബൈ റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ ആണ് സെൽ തിയറി മോഡിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കും, എന്താണ് സെൽ തിയറി? എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ്. എല്ലാ ജീവജാലങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, സെല്ലുകൾ കൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. സെൽ തിയറിയുടെ ഫസ്റ്റ് ഇതാണ്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, ഒരു സെല്ല് പുതിയതായിട്ട് ഉണ്ടാകുന്ന ഒരു സെല്ല് പഴയ ഒരു സെല്ലിൽ നിന്നാണ് ഉണ്ടാവുക. ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, എല്ലാ സെല്ലുകളും ഉണ്ടാവുന്ന എങ്ങനെയാ? മുന്നേ ഉള്ള ഒരു സെല്ലിൽ നിന്നാണ്. അപ്പൊ അതാണ് സെൽ തിയറിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സെൽ തിയറി നമ്മുടെ അടുത്ത് ചോദിക്കും, സെൽ തിയറി പ്രപ്പോസ്ഡ് ബൈ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് മോഡിഫൈഡ് ബൈ റുഡോൾഫ് വിർഷോ. Then what's the cell theory? The cell theory, all living organisms are composed of cells and the products of cells, and all cells arise from pre-existing cells. അല്ലേ, എല്ലാ സെല്ലുകളും ഉണ്ടായിട്ടുള്ളത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലുകളിൽ നിന്നാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഓരോ സെല്ലുകൾ, നമ്മൾ സ്കൂളിലൊക്കെ സെല്ലുകൾ, പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും, ആനിമൽ സെല്ലിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ, എനിക്ക് തോന്നുന്നത് ഈ ബാച്ച് കോവിഡ് കാലത്താവും സ്കൂളിൽ ഈ സെല്ലൊക്കെ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സെല്ലിനെ കുറിച്ചിട്ടുള്ള വലിയ ഐഡിയ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ ഓവർവ്യൂ ഓഫ് എ സെൽ. സെല്ലുകള് നമ്മൾ ഫസ്റ്റ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു. സെല്ലുകള് രണ്ട് ടൈപ്പ് സെല്ലുകളുണ്ട്. യൂകാരിയോട്ടിക് സെല്ലുകളുണ്ട്, പ്രോകാരിയോട്ടിക് സെല്ലുകളുണ്ട് അല്ലെ. യൂകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ they have a well defined nucleus അല്ലെ. ന്യൂക്ലിയസ് മറ്റ് സെൽ ഓർഗനൽസ് ഒക്കെ ഉള്ള സെല്ലുകളാണ് നമ്മൾ യൂകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ. പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ they have ill defined nucleus, അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത, മറ്റ് സെൽ ഓർഗനൽസ് ഒന്നും ഇല്ലാത്ത സെല്ലുകളാണ് നമ്മൾ എന്ത് പറഞ്ഞ മക്കളെ? പ്രോകാരിയോട്ടിക് സെല്ലുകൾ. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണ്. ആൻഡ് ദെൻ ലാർജസ്റ്റ് ഐസൊലേറ്റഡ് സിംഗിൾ സെല്ല്, നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സെല്ല് ഏതാണ്? ഓസ്ട്രിച്ച് എഗ് ആണ് കേട്ടോ, ഒട്ടക പക്ഷിയുടെ മുട്ട. ലോങ്സ്റ്റ് സെല്ലുകള്, ലോങ്സ്റ്റ് സെല്ലുകൾ ന്യൂവ് സെൽസ് ആണ്, ലോങ്സ്റ്റ് ആയിട്ട് കാണുന്ന സെല്ലുകള്. ദെൻ ഇനി ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, പ്ലാന്റ് സെല്ലുകൾക്ക് they have സെൽ വാൾ അല്ലെ. പ്ലാന്റ് സെല്ലുകൾക്ക് സെൽ വാൾ ഉണ്ട്, പക്ഷെ ആനിമൽ സെല്ലുകൾക്ക് സെൽ വാൾ ഇല്ല. ഓക്കെ, ആൻഡ് ഇതാണ് ഒരു ഓവർവ്യൂ. നമുക്ക് എന്താണ് സെല്ലുകള്
ഇങ്ങനെയാണ് നമുക്ക് അവയെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ല, യൂകാരിയോട്ടിക് സെല്ലൊക്കെ വ്യക്തമായിട്ട് പഠിക്കാൻ പോവാ കേട്ടോ. അതാണ് നമ്മുടെ സൈറ്റോളജി സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്റർ. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോകാരിയോട്ടിക് സെൽ അല്ലെ. പ്രോകാരിയോട്ടിക് സെൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചാണ്. എന്നാലും സെല്ല് വെച്ചിട്ട് എങ്ങനെ ഈ പ്രോകാരിയോട്ടിക് സെല്ലിനെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ബാക്ടീരിയ വരുന്നുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ വരുന്നുണ്ട് അല്ലെ, മൈക്കോപ്ലാസ്മ വരുന്നുണ്ട്, PPLO വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എവിടെ നിന്ന്? ഇനിയുള്ളത് സ്മോൾ, ഇവയ്ക്ക് പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഞാൻ സ്പീഡിലാണ് ഇത് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ചാപ്റ്റർ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ്. സ്മോള് ആൻഡ് മൾട്ടിപ്ലൈ മോർ റാപ്പിഡ്ലി അല്ലെ. ഏറ്റവും സ്മോൾ ആയിട്ട് കാണുന്ന സെല്ലുകളാണ് പ്രോകാരിയോട്ടിക് സെല്ലുകൾ. വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെല്ലുകളാണ് പ്രോകാരിയോട്ടിക് സെല്ലുകൾ. ആൻഡ് ദേ വാരി ഇൻ ഷേപ്പ് നമുക്കറിയാം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ഫെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള കോക്കസ് ഉണ്ട്, റൂട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ബാസിലസ് ഉണ്ട്, സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്പിരില്ല ഉണ്ട്, കോമ ഷേപ്ഡ് ആയിട്ടുള്ള വിപ്രിയ ഉണ്ട്. അപ്പൊ ഈ പ്രോകാരിയോട്ടിക് സെല്ലുകൾ അവരുടെ ഷേപ്പ് വാരി ചെയ്യുന്നുണ്ട്. Okay, and then they have cell wall surrounding cell membrane. ഇവയുടെ സെൽ മെംബ്രെയിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട് മക്കളെ? ഒരു സെൽ വാൾ ഉണ്ടാവും. അപ്പൊ സെൽ മെംബ്രെയിന്റെ പുറത്ത് എന്ത് കാണും? ഓക്കെ, സെൽ മെംബ്രെയിന്റെ പുറത്ത് പ്രൊകാരിയോട്ടിക് സെല്ലുകളിലെ സെൽ വാൾ കാണുന്നുണ്ട്. ദെൻ ഇതിന്റെ ഉള്ളില് ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട് അല്ലെ. ഇതിന്റെ ഉള്ളിൽ ഫിൽ ചെയ്തിട്ടുള്ള ആ ഫ്ലൂയിഡ് മാട്രിക്സിന് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. ഇപ്പൊ സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡ് മാട്രിക്സ് ആണ് സൈറ്റോപ്ലാസം. ആൻഡ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഇവയിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണുന്നില്ല. പകരം ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ആൻഡ് ദെൻ ദ ജനറ്റിക് മെറ്റീരിയൽ naked and not enveloped by nuclear membrane. ഇവയ്ക്ക് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അപ്പൊ നേക്കഡ് ആയിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ആണ് ആർക്കുള്ളത്? നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ലുകൾക്ക് ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ദാ ചിത്രം കണ്ടോ, പ്രോകാരിയോട്ടിക് സെൽ അല്ലേ. ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Then a prokaryotic cell, they have ഈ പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ പ്രത്യേകത ഇപ്പൊ നമ്മൾ പറഞ്ഞു. അവയ്ക്ക് എന്തുണ്ട്? ഔട്ടർ സെൽ വാൾ ഉണ്ട്, അത് കഴിഞ്ഞ് സെൽ മെംബ്രെയിൻ ഉണ്ട്. അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ നേക്കഡ് ആണ്. അവ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഉള്ളിൽ കവർ ചെയ്തിട്ടല്ല ഉള്ളത്. അപ്പൊ നോക്കാം നമുക്ക്. ഇനി ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഒരു പ്രത്യേകത എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോകാരിയോട്ടിക് സെല്ലുകൾക്ക് they have small circular DNA outside the genomic DNA. അവയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മിഡ്. അപ്പൊ നോക്കൂ മക്കളെ, ഒരു ജീനോമിക് DNA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് സ്മോൾ, ഇപ്പൊ നമ്മളൊരു പ്രോകാരിയോട്ടിക് സെല്ല് വരച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? അതിലെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ സ്കാറ്റർ ആയിട്ട് കിടക്കുന്നു, നേക്കഡ് ആയിട്ട് കിടക്കുന്നു, ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതല്ലാണ്ട് ഇവയ്ക്ക് ഒരു സ്മോൾ സർക്കുലർ DNA കാണുന്നുണ്ട്. ഇത് നമ്മൾ ബയോടെക്നോളജിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കും. ദിസ് സ്മോൾ സർക്കുലർ DNA outside the genomic DNA called plasmid. ഈ ജിനോമിക് DNA പുറത്ത് കാണുന്ന സ്മോൾ സർക്കുലർ DNA പറയുന്ന പേരാണ് പ്ലാസ്മിഡ്. എപ്പോഴും ചോദിക്കും. And it gives unique phenotypic characteristics.
എന്താണ് ഇവിടെ പ്രത്യേകത? ദേ ഹാവ് റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്സ്. ഈ പ്രൊകാരിയോട്ടിക് സെല്ലുകൾക്ക്, ബാക്ടീരിയകൾക്കൊക്കെ തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടുന്ന എന്തുകൊണ്ടാ? ഇവയുടെ ഉള്ളിൽ ഈ പ്ലാസ്മിഡ് ഉള്ളത് കൊണ്ട്. പ്ലാസ്മിഡിന്റെ ഒരു ഫങ്ഷൻ ആണ് ഇത്, അവിടെ ഒരു ക്യാരക്ടറാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ ഇനി ഇവയെ നമ്മൾ വേറെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു മോണിറ്റർ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ വിത്ത് 4 ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏത് ഉപയോഗിക്കാറുണ്ട്? ഈ പ്ലാസ്മിഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി പിന്നെയും എപ്പോഴും ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇവയ്ക്ക്, അതായത് നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ലുകൾക്ക് അവരുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ കുറച്ച് ഇൻഫോൾട്ടിങ്സ് ഉണ്ട്. സി, ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാസ്മ മെംബ്രെയിൻ, ഒരു ബാക്ടീരിയൽ സെല്ല്. മക്കളെ, ഈ ബാക്ടീരിയൽ സെല്ലിൽ ഞാൻ പറഞ്ഞു ഒരു സെൽ വാൾ ഉണ്ടാകും. ആൻഡ് ദെൻ നെക്സ്റ്റ് ടു ദ സെൽ വാൾ ഈസ് എ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോ ഇവിടെ പ്ലാസ്മ മെംബ്രെയിന് ചില ഇൻഫോൾഡിങ്സ് ഉണ്ട് അല്ലെ? നമ്മൾ സാരിയൊക്കെ ഞൊറിഞ്ഞെടുക്കുന്ന പോലെ ഇവിടെ സെല്ലിന്റെ ഉള്ളിലോട്ട് പോകുന്ന കുറെ ഇൻഫോൾഡിങ്സ് ഉണ്ട്. ദീസ് ഇൻഫോൾഡിങ്സ് ആർ നോൺ ആസ് മീസോസോംസ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. മീസോസോംസ് എന്നാണ് ഈ ഇൻഫോൾഡിങ്സിന് പറയാം. ദെൻ ഇനി ഇവിടെ ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ സെൽ എൻവലപ്പ് എങ്ങനെ ഇരിക്കുന്നു നോക്കാം നമുക്ക്. അതായത് ഔട്ടർ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, അത് കഴിഞ്ഞ് സെൽ വാൾ ഉണ്ട്, അത് കഴിഞ്ഞ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. കണ്ട, പുറത്ത് ഇവിടെ ഒരു ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറഞ്ഞൊരു ലെയർ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ സെൽ വാളിന്റെ ലെയർ കാണുന്നുണ്ട്, കണ്ടില്ലേ മഞ്ഞ കളർ. അത് കഴിഞ്ഞ് സെൽ മെംബ്രെയിന് കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ സെൽ വാൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ സെൽ വാൾ 3 ലെയേർഡ് അല്ലെ, 3 ലെയർ ഉള്ള സെൽ വാൾ ആണ്. ആൻഡ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഈസ് ഗ്ലൈക്കോകാലിക്സ്. ഔട്ടർമോസ്റ്റ് ലെയറിന് പറയുന്ന പേരാണ് മക്കളെ, എന്ത് പറയും? ഗ്ലൈക്കോകാലിക്സ്. ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ ആണ് ഗ്ലൈക്കോകാലിക്സ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു സെൽ ഇത് വരക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഏറ്റവും പുറത്തൊരു ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഫോളോഡ് ബൈ സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിൻ. ഓക്കെ, നമുക്ക് വേറെ വേറെ കളറിൽ വരക്കാം. ദിസ് സെൽ വാൾ ഫോളോഡ് ബൈ ഗ്ലൈക്കോകാലിക്സ് ഫോളോഡ് ബൈ സെൽ വാൾ. ദെൻ സെൽ വാൾ കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്? ഇറ്റ് ഹാസ് എ സെൽ മെംബ്രെയിൻ. ഓക്കെ, ഈ സെൽ മെംബ്രെയിൻ ആണ് നമ്മൾ അതിന്റെ ഇൻഫോൾഡിങ്സ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന ലെയർ ഏതായിരുന്നു? പുറത്ത് കാണുന്ന ലെയർ ഗ്ലൈക്കോകാലിക്സ് ആയിരുന്നു. ഗ്ലൈക്കോകാലിക്സ്. ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ ഔട്ടർമോസ്റ്റ് ലെയർ ഏതാ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ദ ഔട്ടർമോസ്റ്റ് ലെയർ ഈസ് ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയണം. ഇവയെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോ, കളർ ചെയ്യുമ്പോ അല്ലെ, സ്റ്റെയിൻ എടുക്കുന്ന ബാക്ടീരിയകളുണ്ട്. ഗ്ലൈക്കോകാലിക്സ് ആണ് പുറത്തുള്ളത്, അപ്പൊ അത് സ്റ്റെയിൻ എടുക്കും. സ്റ്റെയിൻ എടുക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയും. വിച്ച് ടേക്ക് അപ്പ് ദ ഗ്രാം സ്റ്റെയിൻ. സ്റ്റെയിൻ എടുക്കുന്ന ബാക്ടീരിയ ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ആൻഡ് ദെൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വിച്ച് ഡു നോട്ട് ടേക്ക് അപ്പ് ഗ്രാം സ്റ്റെയിൻ. ഗ്രാം സ്റ്റെയിൻ എടുക്കാത്ത ബാക്ടീരിയക്കാണ് നമ്മൾ എന്ത് പറയാ? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയാം. ദെൻ ഈ ഗ്ലൈക്കോകാലിക്സിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഗ്ലൈക്കോകാലിക്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ലെയർ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഗ്ലൈക്കോകാലിക്സ് മേ ബി ലൂസ് ഷീറ്റ്, ലൂസ് ആയിട്ട് കിടക്കുന്ന, സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഷീറ്റുകളാവാം. അവയ്ക്ക് നമ്മൾ സ്ലൈം ലെയർ എന്ന് പറയും. സ്ലൈം ആയിട്ട്. ഓക്കെ, ആൻഡ് ദെൻ തിക്ക് ആൻഡ് ടഫ്. അല്ലെങ്കിൽ എന്താവും? തിക്ക് ആൻഡ് ടഫ് ആവാം അല്ലേ? ഹാർഡായിട്ടുള്ള തിക്ക് ആൻഡ് ടഫ് ആയിട്ടുള്ള ഗ്ലൈക്കോകാലിക്സ് ആണെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് ക്യാപ്സ്യൂൾ. അപ്പൊ ഗ്ലൈക്കോകാലിക്സ് നമ്മൾ പറഞ്ഞു ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. ഇറ്റ് മേ ബി എ സ്മൂത്ത് ഓർ ലൂസ് ഷീറ്റ്.
ലൂസ് ഷീത്ത് ആവാം, അതിന് നമ്മൾ സ്ലൈഡ് ലെയർ എന്ന് പറയും. തിക്ക് ആൻഡ് ടഫ് ആവാം, അതിന് നമ്മൾ എന്ത് പറയും? ക്യാപ്സ്യൂൾ എന്ന് പറയും. ഓക്കെ, ആൻഡ് ദെൻ എന്തിനാണ് ഈ ഗ്ലൈക്കോകാലിക്സ്? ദ ഗ്ലൈക്കോകാലിക്സ് ഡിറ്റർമിൻ ദ ഷേപ്പ് ഓഫ് ദി സെൽ. അല്ലെ, ഈ സെല്ലിന്റെ, ഈ ബാക്ടീരിയൽ സെല്ലിന്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗ്ലൈക്കോകാലിക്സ് ആണ് പുറത്ത് കാണുന്നത്. They determine the shape of the cell and prevent the bacteria from bursting or collapsing. ബാക്ടീരിയന്റെ സെല്ലുകൾ പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏതാ? ദാറ്റ് ഈസ് ഔട്ടർമോസ്റ്റ് ലെയർ ഗ്ലൈക്കോകാലിക്സ്. അപ്പൊ ഞാൻ നോക്കൂ, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ ആണ് ഗ്ലൈക്കോകാലിക്സ്. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ സെൽ വാള്, അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഗ്ലൈക്കോകാലിക്സ് സെൽ വാൾ ഉണ്ട്. അപ്പൊ ഈ ഗ്ലൈക്കോകാലിക്സ് നോക്കൂ, ഇവിടെ ക്യാപ്സ്യൂൾ ആണ്. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് തിക്ക് ആൻഡ് ടഫ്. ഓക്കെ, ഇനി ഇവിടെ പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചിട്ട് ഒന്നുകൂടി പറയാണ്. ദ പ്ലാസ്മ മെംബ്രെയിൻ എല്ലാ ജീവജാലങ്ങളെയും പോലെ തന്നെ ബാക്ടീരിയൽ സെല്ലിന്റെ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കടത്തിവിടില്ല. ഇറ്റ് ഈസ് സെമി പെർമിയബിൾ. എല്ലാവരും ഉള്ളിക്ക് സെല്ലിന്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സെമി പെർമിയബിൾ ആണ്. കുറച്ച് പേരെ അവർക്ക് പറ്റുന്നവരെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുള്ളൂ. ആൻഡ് അവയ്ക്ക് മീസോസോംസ് ഉണ്ട്. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, മീസോസോംസ് എന്ന് പറഞ്ഞാൽ they are the extensions of plasma membrane into the cell. സെല്ലിന്റെ ഉള്ളിലോട്ട് പ്ലാസ്മ മെംബ്രെയിന്റെ എക്സ്റ്റൻഷൻസ് ആണ് എന്ത്? മീസോസോംസ്. ഓക്കെ, then എന്തിനാണ് മീസോസോംസ് നോക്കൂ മക്കളെ? they help in cell wall formation. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് മീസോസോംസിന്റെ ഫങ്ഷൻസ്. സെൽ വാൾ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, DNA റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡോട്ട് സെൽസ്. അല്ലേ, ദെൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഓക്കെ, ദ ഹെൽപ്പ് ഇൻ റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ റെസ്പിറേഷൻ, സെക്രീഷൻ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിന്റെ സർഫേസ് ഏരിയ ഇൻക്രീസ്. ഇപ്പൊ നമ്മള് സാരിയൊക്കെ വലിയൊരു സാരി അല്ലേ, ഈ സാരി ഞാൻ ഞുറിഞ്ഞെടുത്തിട്ടാണ് ഉണ്ടാവും അല്ലെ, നിവർത്തി കഴിഞ്ഞാൽ വലിയൊരു അത്രയും 6 മീറ്റർ ഒക്കെ ഉണ്ട് തോന്നുന്നു അല്ലെ. അപ്പൊ അതേപോലെ ഈ പ്ലാസ്മ മെംബ്രെയിന് എന്തിനാണ് ഇത്രയും എക്സ്റ്റൻഷൻ? ടു ഇൻക്രീസ് ദ സർഫേസ് ഏരിയ ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ. അതിന്റെ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ ഇനി ഈ പ്രൊകാരിയോട്ടിക് സെല്ലുകളില് നമുക്കറിയാം, പ്രൊകാരിയോട്ടിക് സെല്ലുകളിൽ ഫ്ലജെല്ല, പല പ്രൊകാരിയോട്ടിക് സെല്ലുകളും മൂവ് ചെയ്യുന്നവയാ. അവന്റെ മുകളിൽ നമുക്കറിയാം ഫ്ലജെല്ലയുണ്ട്, സീലിയുണ്ട് അല്ലെ, അങ്ങനെയൊക്കെയുള്ള എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഫ്ലജെല്ലയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്ലജെല്ല കമ്പോസ്ഡ് ഓഫ് 3 പാർട്സ് അല്ലെ, 3 പാർട്ടുകളുണ്ട്. ഒരു ഫിലമെന്റ് ഉണ്ട്, ഒരു ഹൂക്ക് ഉണ്ട്, ബേസൽ ബോഡി ഉണ്ട്. ഒരു ഫിലമെന്റ് മുകളിലേക്ക് നിൽക്കുന്നത്, പിന്നെ ഇവിടെ ഒരു ഹൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ആൻഡ് ദെൻ ഒരു ബേസൽ ബോഡി, ഇത് അറ്റാച്ച് ചെയ്യുന്ന ഒരു ബേസൽ ബോഡി ഉണ്ട്. ഫിലമെന്റിന്റെ പ്രത്യേകത എന്താ? ഫിലമെന്റ് ലോങ്സ്റ്റ് പോർഷൻ ആണ് കേട്ടോ. എക്സ്റ്റെൻസ് ഫ്രം സെൽ സർഫേസ് ടു ഔട്ട്സൈഡ് അല്ലെ, പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് ഫിലമെന്റ്. ആൻഡ് ദെൻ എന്തിനാണ് ഫ്ലജെല്ല? ദേ പ്ലേ റോൾ ഇൻ മോട്ടിലിറ്റി അല്ലെ, ചലിക്കാൻ വേണ്ടിയിട്ട് പ്രൊകാരിയോട്ടിക് സെല്ലുകളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഫ്ലജെല്ല. അടുത്തത് ഈ പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ മുകളിൽ തന്നെ പിന്നെ ഇതേപോലെയുള്ള കുറെ ഔട്ട് ഗ്രോത്തുകളുണ്ട്, പുറത്തേക്ക് നിൽക്കുന്ന ഔട്ട് ഗ്രോത്തുകൾ. അതിലൊന്നാണ് പിലി, രണ്ടാമത്തതാണ് ഫിംബ്രിയം. ഓക്കെ, the surface structures not play role in motility. മോട്ടിലിറ്റിക്ക് റോൾ ഇല്ലാത്ത, അത് ചലിക്കാൻ സഹായിക്കുന്നില്ല, അതിലൊന്നും ഇടപെടാത്ത കുറച്ച് ഔട്ട് ഗ്രോത്തുകളാണ് ഈ പിലി എന്ന് പറയുന്നത്, ഫിംബ്രി, അതായത് 6 പിലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ. ദെൻ ഇവിടെ പിലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ elongated tubular structures made up of special protein. സാധാ കാണുന്ന കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള അതിന്റെ മുകളിൽ നിന്ന്
ഉള്ള ട്യൂബുലാർ ഔട്ട്ഗ്രോത്തുകളാണ് നമ്മൾ പിലി എന്ന് പറയുന്നത്. ദെൻ ഫിംബ്രിയ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ് സ്പ്രൗട്ടിങ് ഔട്ട് ഓഫ് ദി സെല്ല് അല്ലെ, സെല്ലിൽ നിന്ന് പുറത്തോട്ട് സ്പ്രൗട്ട് ഔട്ട് ചെയ്യുന്ന ബ്രിസിൽ പോലെയുള്ള ചെറിയ ചെറിയ ഔട്ട്ഗ്രോത്തുകളാണ് നമ്മൾ ഫിംബ്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ ദ ലോങ്സ്റ്റ് ആണ് അല്ലെ, അതിൽ വെച്ചിട്ട് ഏറ്റവും ലോങ്സ്റ്റ് ആണ്, അവയെ മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫിംബ്രിയ എന്ന് പറഞ്ഞാൽ ബ്രിസിൽ ലൈക്ക് ആണ്, സ്മോൾ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഫിംബ്രിയ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ, സിമ്പിളാണ്, അറിയുമെന്നുള്ള രീതിയിലാണ്. പക്ഷെ തീരെ ക്ലാസ് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവും, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നിർത്തി നിർത്തി സ്ലോവിലല്ല പറയുന്നത്, എക്സാം ഓറിയന്റഡ് ആണ്, ശ്രദ്ധിക്കുക. റൈബോസോംസ്, അപ്പൊ പ്രോകാരിയോട്ടിക് സെല്ലുകളിൽ കാണുന്ന ഒരേ ഒരു സെൽ ഓർഗനലാണ് ഈ റൈബോസോം എന്ന് പറയുന്നത്. Then they associated with പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ സെൽ അല്ലെ, സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നു. ആൻഡ് ഓൾസോ ദ മെയ്ഡ് അപ്പ് ഓഫ് 50s and 30s സബ് യൂണിറ്റ്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ റൈബോസോമിന്റെ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് 70s ആണ്. 70 എന്ന് പറഞ്ഞാൽ ഒരു വലുത് 50യും പിന്നെ ഒരു 30യും കൂടിയിട്ടുള്ള 70s ആണ്. അത് കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ടീച്ചർ, ഇപ്പൊ എക്സാം ഓറിയന്റഡ് ആയതുകൊണ്ട്. ആൻഡ് ദേ ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോമുകളുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ് മക്കളെ. ഓക്കെ, ആൻഡ് ദെൻ ഇനിയുള്ളത് ഇതില് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് സിമ്പിൾ ആണ്. ഓക്കെ, several ribosomes attached to a single mRNA. കുറെ റൈബോസോമുകൾ ഇങ്ങനെ മാല പോലെ ഒരു സിംഗിൾ mRNA-യിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതിന് പറയുന്ന പേരാണ് പോളിസോം. സാധാരണ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോളിസോംസ് ഓർ പോളി റൈബോസോംസ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ സാധാരണ നമ്മൾ പറയുന്ന ഫംഗ്ഷൻ തന്നെ ട്രാൻസ്ലേറ്റ് mRNA ടു പ്രോട്ടീൻ. റൈബോസോമിന്റെ ഫംഗ്ഷൻ mRNA പ്രോട്ടീൻ ആക്കി മാറ്റാം. ഇനി നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് എഴുതി വെക്കാം. നമുക്ക് പഠിക്കാനുള്ളത് ഒരു യൂകാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ. യൂകാരിയോട്ടിക് സെൽ, അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് പ്രോകാരിയോട്ടിക് സെല്ലിനെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ യൂകാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ. യൂകാരിയോട്ടിക് സെൽ ഹാസ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് അല്ലെ, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള കുറെ സെൽ ഓർഗനൽസ് ഉണ്ട്. ആൻഡ് they have well defined nucleus അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പലവട്ടം പറഞ്ഞതാണ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് ആർക്ക്? നമ്മുടെ യൂകാരിയോട്സ്. അപ്പൊ യൂകാരിയോട്സിൽ വരുന്നവര് നമ്മുടെ പ്രോകാരിയോട്സിൽ കിങ്ഡം മൊനീറ വന്നിരുന്നു അല്ലെ. കിങ്ഡം മൊനീറ ആണ് നമ്മൾ പ്രോകാരിയോട്ടിക് ആയിട്ട് പഠിച്ചത്. അപ്പൊ നോക്കാം മക്കളെ, ഇവിടെ യൂകാരിയോട്ടിക്കൽ നമ്മുടെ പ്രോട്ടീസ്റ്റ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഫഞ്ചി ഉണ്ട്. അതായത് കിങ്ഡം മൊനീറ അല്ലാത്ത വിറ്റക്കറുടെ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം പ്രോട്ടിസ്റ്റ്, കിങ്ഡം ഫഞ്ചി, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ, ഇതെല്ലാം എന്താണ്? യൂകാരിയോട്ടിക് സെല്ലുകളാണ് കേട്ടോ. ഇനി വേറൊരു പ്രത്യേകത, പ്ലാന്റ് സെല്ലുകൾക്ക്, പ്ലാന്റ് സെല്ലിന് എന്തൊക്കെയുണ്ട് ആനിമൽ സെല്ലിന് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താണെന്ന് നോക്കാം. പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്, ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല. പ്ലാന്റ് സെല്ലിന് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, ആനിമൽ സെല്ലിന് പ്ലാസ്റ്റിഡ്സ് ഇല്ല. പ്ലാന്റ് സെല്ലിന് ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ട്, ആനിമൽ സെല്ലിന് വാക്യൂളും ഇല്ല കേട്ടോ. പ്ലാന്റ് സെല്ലിന് ആനിമൽ സെല്ലിൽ നിന്നും കൂടുതലുള്ള കാര്യങ്ങളാണ് പറഞ്ഞ്. സെൽ വാൾ ഉണ്ട്, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുക വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ദെൻ പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ട് കേട്ടോ. ദെൻ ആനിമൽ സെല്ലിന് കാണുന്നത് പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തതുമായിട്ടുള്ളതാണ് സെൻട്രിയോൾസ് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ സെല്ലുകള്, ആനിമൽ സെല്ല് ഇവിടെ സെൻട്രിയോള് കാണുന്നുണ്ട് കണ്ടോ, പ്ലാന്റ് സെല്ല് ഇവിടെ ഒരു വാക്യൂള് കാണുന്നുണ്ട്. സി നമ്മുടെ NCERT ബുക്കിൽ നോക്കൂ മക്കളെ, ഇതാ ഇങ്ങനത്തെ ഡയഗ്രാംസ് ആണ് കാണുക. അപ്പൊ നിങ്ങൾ NCERT ബുക്കിലുള്ള എല്ലാ ഡയഗ്രാംസും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നമ്മൾ ബോട്ടണി സുവോളജി ഒക്കെ തന്നെ നിങ്ങൾ
ഡയഗ്രംസ് നോക്കി വെക്കണം. ഓക്കെ, ദെൻ ഇനിയുള്ളത് സെല്ലിന്റെ ഒരു ആനിമൽ സെല്ലാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? സെൽ മെംബ്രെയിൻ ആണ്. പ്ലാന്റ് സെൽ ആണെങ്കിൽ നോക്കൂ, സെൽ വാൾ കഴിഞ്ഞിട്ടാണ് ഏതുള്ളത്? സെൽ മെംബ്രെയിൻ ഉള്ളത്. അപ്പൊ ആനിമൽ സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ സെൽ മെംബ്രെയിൻ ആണ്. പ്ലാന്റ് സെൽ ആണെങ്കിൽ സെൽ മെംബ്രെയിന്റെ പുറത്ത് സെൽ വാൾ ഉണ്ടാവും കേട്ടോ. ദെൻ ഇനി സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സെൽ മെംബ്രെയിൻ ഓക്കെ ഈ കമ്പോസ്ഡ് ഓഫ് സെൽ മെംബ്രെയിൻ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ലിപ്പിഡ്സ്. ഈ ലിപ്പിഡുകൾ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പിന്നെ ഈ സെൽ മെംബ്രെയിനിലുള്ളത് ഒന്ന് ലിപ്പിഡ്സ്, 2 പ്രോട്ടീൻസ്, 3 കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ മക്കളെ ലിപ്പിഡ്സ് ഉണ്ട്, ദെൻ പ്രോട്ടീൻസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവയുടെ അറേഞ്ച്മെന്റ്. ഓക്കെ, ഇവയുടെ അറേഞ്ച്മെന്റ് ഇരിക്കുന്നത് എങ്ങനെ? ലിപ്പിഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു, എങ്ങനെ പ്രോട്ടീൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ആദ്യ ചിത്രം ഞാൻ കാണിച്ചു തരാം. ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറഞ്ഞു? ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഈ ലിപ്പിഡുകളുടെ പ്രത്യേകത, ലിപ്പിഡ് ഇപ്പൊ നിങ്ങൾ ഈ പിങ്ക് കളറിൽ കാണുന്നുണ്ടാവും. അപ്പൊ ഇത് ഒരു ലിപ്പിഡ് ബൈ ലെയർ ആണ്. ഇനി പറയാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു ലെയർ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദാ ഇങ്ങനെ ലെയർ ഉണ്ടാവും. ദെൻ ഇനി ഇവിടെ ഈ ലിപ്പിഡുകൾക്ക് ഒരു ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ദെൻ ഇതാ ഇവിടെ ഉണ്ട് ഹെഡും ടെയിലും, സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടുന്ന് ഹെഡും ടെയിലും ഇങ്ങോട്ടും, ടെയില് ഉള്ളിലോട്ടും, ഹെഡ് പുറത്തോട്ടായിട്ടാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ, ലിപ്പിഡുകളുടെ അറേഞ്ച്മെന്റ്. ഇനി ഈ കാണുന്നത് പ്രോട്ടീൻസ് ആണ് കേട്ടോ. ഓക്കെ, പ്രോട്ടീൻസ് തന്നെ പുറത്ത് മാത്രമായിട്ട് കാണുന്ന പ്രോട്ടീൻസ് ഉണ്ട്, ഫുള്ളായിട്ട് ഇതിൽ കംപ്ലീറ്റ്ലി ബെറീഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും ഉണ്ട്. അപ്പൊ ലിപ്പിഡുകളും പ്രോട്ടീനും ബൈലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അറേഞ്ച്മെന്റ് എന്നുള്ളത്. നോക്കൂ, നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇറ്റ് കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ്, they are arranged in a bilayer ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ബൈലെയർ? their polar heads towards outside. എന്ത് ചെയ്യും? അവയുടെ ഹെഡ് പുറത്തോട്ടും ദെൻ അവയുടെ ടെയിലുകൾ അകത്തോട്ടുമായിട്ടാണ് മക്കളെ ഈ ലെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സീ കണ്ടാ, ഇപ്പൊ ഇങ്ങനെയുള്ള ലിപ്പിഡ്സ്. അപ്പൊ നമ്മൾ അവിടെ ഹെഡ് പുറത്തോട്ടും ടെയില് എന്ത് ചെയ്യും? അകത്തോട്ടും. ഹെഡ് പോളാർ ആണ്, പോളാർ ഹെഡ് ടുവേർഡ്സ് ഔട്ട്സൈഡ്. ആൻഡ് ഇത് ഹൈഡ്രോഫോബിക് ടെയിലാണ് അല്ലെ. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ അവിടെ പറ്റില്ല. അപ്പൊ ഹൈഡ്രോഫോബിക് ആയുള്ള ടെയിൽ ഉള്ളിലോട്ടുമായിട്ട് ലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ഇനി പിന്നെ ഇതിലുള്ളത് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ആണ്. അപ്പൊ പ്രോട്ടീൻസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നോക്കാം നമ്മള്. പ്രോട്ടീൻസ് 2 ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്. ഒന്ന് പെരിഫെറൽ പ്രോട്ടീൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു പുറത്ത് കാണുന്ന പ്രോട്ടീൻസ്. ദിസ് പെരിഫെറൽ പ്രോട്ടീൻസ് എന്താണ്? ലൈ ഓൺ ദ സർഫേസ് ഓഫ് ദി മെംബ്രെയിൻ. അപ്പൊ ഈ മെംബ്രെയിന്റെ പുറത്തു കൂടിയാണ് നമ്മൾ എന്ത് കാണുന്നത്? പെരിഫെറൽ പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പെരിഫെറൽ പ്രോട്ടീൻസ് ആണ്, രണ്ടാമത്തത് ഇന്റഗ്രൽ പ്രോട്ടീൻസ് ആണ്. ഈ ഇന്റഗ്രൽ പ്രോട്ടീൻസ് അവ എന്ത് ചെയ്യും? ഈ ഒരു ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിന്റെ ഉള്ളില് ഒന്നുകിൽ അതിന്റെ ഉള്ളില് കംപ്ലീറ്റ് ആയിട്ട് ബെറീഡ് ആയിട്ട് കാണും, അതല്ലെങ്കിൽ പാർഷ്യലി ബെറീഡ് ആയിട്ട് കാണും. അപ്പൊ നമുക്ക് നോക്കാം ഇന്റഗ്രൽ പ്രോട്ടീൻസ്. അപ്പൊ ഈ ഇന്റഗ്രൽ പ്രോട്ടീൻസ് മേ ബി കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ബെറീഡ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ലിപ്പിഡ് ബൈലെയറിന്റെ ഉള്ളില് എന്ത് ചെയ്യും? ഈ പ്രോട്ടീൻസ് ഇരിക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്റെ അല്ലെങ്കിൽ സെൽ മെംബ്രെയിന്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കണ്ട,
ലിപ്പിഡുകൾ പ്രോട്ടീനുകൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ബറീഡ് ഇൻ ദ ലിപ്പിഡ് ബൈലെയർ. ഓക്കെ, ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ ലിപ്പിഡ് ബൈലെയർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറേ അതിന്റെ മോഡലുകൾ പ്രപ്പോസ് ചെയ്ത് പല ആളുകളും പ്രപ്പോസ് ചെയ്ത മോഡലുകളുണ്ട്. പക്ഷെ ഇതില് ഏറ്റവും നല്ലൊരു മോഡല് പ്രപ്പോസ് ചെയ്തത് രണ്ടാളുകളാണ്, സിംഗർ ആൻഡ് നിക്കോൾസൺ. സിംഗറും നിക്കോൾസണാണ് ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇത് എപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹു പ്രപ്പോസ്ഡ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ആൻഡ് ദെൻ എന്താണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. This is the quasi-fluid nature of the lipid. ലിപ്പിഡിന് എന്താണ് ക്വാസി ഫ്ലൂയിഡ് നാച്ചർ, അതായത് ഒരു എന്താ നമ്മളൊരു ഒഴുകുന്നൊക്കെ പോലെയുള്ള ഒരു പകുതി ഒഴുകുന്ന പോലെയുള്ള ക്വാസി ഫ്ലൂയിഡ് നാച്ചർ ആണ്. Then it enabled the lateral movement of proteins within the overall bilayer. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിന്റെ ഉള്ളിലൂടെ, അപ്പൊ കുഴഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ല, അപ്പൊ അതിന്റെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോട്ടീൻസിന് മൂവ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു മോഡലാണ് ആര് പ്രപ്പോസ് ചെയ്തത്, സിംഗർ നിക്കോൾസൺ പ്രപ്പോസ് ചെയ്തത്. ഈ മോഡലിന് പറയുന്ന പേരാണ് മക്കളെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കേട്ടോ. അപ്പൊ ഈ പ്രോട്ടീൻസ് നോക്കും, ഈ ലിപ്പിഡ് ബൈലെയറിന്റെ ഉള്ളിലെ പ്രോട്ടീനുകൾ ഒന്നുകിൽ പാർഷ്യലി ബറീഡ് ഇൻ ദ ലിപ്പിഡ് ബൈലെയർ ഓർ ഇറ്റ് ഇസ് ടോട്ടലി ബറീഡ് ഇൻ ദ ലിപ്പിഡ് ബൈലെയർ. അപ്പൊ പ്രോട്ടീൻസും ലിപ്പിഡ്സും തമ്മിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് സിംഗർ നിക്കോൾസൺ പ്രപ്പോസ് ചെയ്തത്. ഫ്ലൂയിഡ് മൊസൈക്ക് വേണ്ട, മൊസൈക്ക് പാറ്റേൺ ഇല്ലേ പണ്ടത്തെ, അപ്പൊ മൊസൈക്ക് പാറ്റേൺ പോലെയാണ് ഇവിടെ അറേഞ്ച്മെന്റ് കേട്ടോ. ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ പെട്ടതാണ് കേട്ടോ. ദെൻ എന്താണ് പ്ലാസ്മ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം നമുക്ക്. പ്ലാസ്മ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റിനെ സഹായിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എത്ര ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. ഇപ്പൊ എവിടെ നിന്ന് വന്നു, ഓക്കെ. ഫസ്റ്റ് വൺ പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മൂവ്മെന്റ് of molecules across the membrane without any requirement of energy. ഒരു എനർജി യൂസ് ചെയ്യാതെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ട് ഒരു വലിയ ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നമുക്ക് ഡിലീറ്റഡ് ആണ്. അപ്പോൾ മോളിക്യൂൾസ് ഇപ്പൊ ഫോർ ഞാനൊരു എളുപ്പം പറയാം, നമ്മൾ ഒഴുകുന്ന നല്ല ഒഴുക്കുള്ളൊരു പുഴയിൽ മുകളിൽ നമ്മൾ വീണു എന്ന് വിചാരിക്കുക, നമുക്ക് എനർജി യൂസ് ചെയ്യേണ്ടേ വരില്ല. നമ്മൾ എന്ത് ചെയ്യും, തന്നെ ഒഴുക്കിൽ നമ്മൾ ഒഴുകി പോകും. അതൊരു പാസീവ് ട്രാൻസ്പോർട്ടാണ് അല്ലേ. നമ്മുടെ ലൈഫും പലപ്പോഴും പാസീവായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന കുറേ സമയങ്ങൾ നമുക്കുണ്ടാവും. ആൻഡ് ദെൻ പിന്നെ ഉള്ളത് സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഇതിൽ പറയുന്ന സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ സൊല്യൂട്ട്സ് മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ. കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തേക്ക് കുറച്ച് കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തേക്ക് ന്യൂട്രൽ സൊല്യൂട്ട്സ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സിമ്പിൾ ഡിഫ്യൂഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് എന്തൊഴിച്ചു, ഇങ്കൊഴിച്ചു എന്ന് വിചാരിക്കുക, അത് മൊത്തം എന്ത് ചെയ്യും, അവിടെ സ്പ്രെഡ് ആവും അല്ലേ. ഇപ്പൊ ഒരാൾ പെർഫ്യൂം അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അയാളുടെ മേല് മാത്രം നിൽക്കുമോ, ഇല്ല. അതെന്ത് ചെയ്യും, അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് മൂവ് ചെയ്യും ഇല്ലേ. ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. പിന്നെ ഉള്ളതാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു പപ്പായ ഓസ്മോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കും. അത് നമുക്കറിയാം, പപ്പായന്റെ പീറ്റിയോൾ ഇങ്ങനെയുള്ള ഒരു തണ്ടാവും അല്ലേ ഇവിടെ. അപ്പൊ ഇതിൽ നമ്മൾ ഇങ്ങനെ സോൾട്ട്, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാൾട്ട് സൊല്യൂഷൻ വെച്ച് ഇവിടെ നമ്മൾ നോർമൽ വാട്ടർ വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പായന്റെ മെംബ്രെയിനിലൂടെ വെള്ളം മുകളിലോട്ട് കയറി പോകും. അതായത് മെംബ്രെയിനിന്റെ ഉള്ളിലൂടെ വാട്ടർ അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന്, അതായത് നമ്മൾ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ അല്ല കേട്ടോ, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന്, ഇപ്പൊ ഇവിടെ ഈ സോൾട്ടിന്റെ അവിടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ഓസ്മോസിസ് എന്ന് പറയാം. ഓസ്മോസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ വാട്ടർ ആണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, മെംബ്രെയിന്റെ ഉള്ളിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സി, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ത്രൂ ദി മെംബ്രെയിൻ അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പൊ അതായത് നമ്മൾ ഒരു ഒഴുക്കിൽ വിട്ട് അങ്ങ് പോയി പുഴയിൽ എന്ന് വിചാരിക്കുക, അവിടുന്ന് നമുക്ക് എത്തേണ്ടത് ഇങ്ങോട്ട് മുന്നോട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് എനർജി യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എനർജി യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റിനാണ് എന്ത് പറയാ,
നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞു കേട്ടോ. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങൾ പുഴയിൽ വീണു, തോണിക്കാരൻ വരുന്നു, ഇങ്ങനെ എന്നുള്ളതൊന്നും ബോട്ടണിയിൽ എഴുതരുത് കേട്ടോ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ത്രൂ ദ മെംബ്രെയിൻ against concentration gradient with the help of carrier protein and with the utilization of energy. അപ്പൊ നമുക്ക് പോരണമെങ്കിൽ എന്ത് വേണം? ഒരു കാരിയർ വേണം അല്ലെ? കാരിയർ പ്രോട്ടീൻ വേണം. ആൻഡ് ഓൾസോ വി നീഡ് ദ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. നല്ല എനർജി യൂട്ടിലൈസേഷൻ വേണം. അപ്പൊ എനർജി യൂട്ടിലൈസേഷൻ ഉള്ള ഒരു ട്രാൻസ്പോർട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഞാൻ പിന്നെയും പറഞ്ഞു എക്സാം ഓറിയന്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തത് പറയണം. ലാസ്റ്റ് വരെ പഠിക്കാതെ ഇരിക്കുന്നവർക്ക് പെട്ടെന്നൊരു ചെറിയൊരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ സെൽവാൾ ആണ്. സെൽവാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പ്ലാന്റ് സെല്ലില് ഔട്ട് കവറിംഗ് ആണ് സെൽവാൾ അല്ലെ? പ്ലാസ്മ മെംബ്രെയിന്റെ മുകളിലാണ് ആരുടെ സ്ഥാനം? സെൽവാളിന്റെ സ്ഥാനം. അപ്പൊ ഞാൻ എവിടെ വരക്കും? ഇവിടെ വരച്ചു. സി, അപ്പൊ ഒരു പ്ലാന്റ് സെല്ലിലെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സെൽവാൾ. അതിന്റെ ഉള്ളില് നമ്മൾ എന്ത് കാണുന്നുണ്ട് മക്കളെ? അതിന്റെ ഉള്ളില് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ കാണാം. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിന്റെ പുറത്ത് കാണുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സെൽവാൾ. ആൻഡ് ഔട്ടർ കവറിംഗ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ഫംഗി. ഇവിടെ പ്രത്യേകത, ഇത് നോൺ ലിവിങ് ആണ് കേട്ടോ. നോൺ ലിവിങ് ആണ് ഈ ഒരു നമ്മുടെ സെൽവാൾ എന്ന് പറയുന്നത്. നോൺ ലിവിങ് റിജിഡ് സ്ട്രക്ചർ. അപ്പൊ ഏറ്റവും പുറത്തായത് കൊണ്ട് തന്നെ ഇറ്റ് ഗിവ്സ് ഷേപ്പ് ടു ദ സെൽ. സെല്ലിന് ഷേപ്പ് നൽകുന്നു ആൻഡ് പ്രൊട്ടക്ഷൻ നൽകുന്നു. ഇറ്റ് ഗിവ്സ് ഷേപ്പ് ടു ദ സെൽ ആൻഡ് പ്രൊട്ടക്ഷൻ. ദെൻ പിന്നെയുള്ളത് മിഡിൽ ലാമെല്ല എന്ന് പറഞ്ഞൊരു ലെയറിനെ പറ്റി പറയുന്നുണ്ട്. ഈ മിഡിൽ ലാമെല്ല എന്ന് പറഞ്ഞാൽ മെയ്ഡ് അപ്പ് ഓഫ് ഒരു ലെയർ മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം പെക്റ്റൈഡ് വിച്ച് ഹോൾഡ്സ് ദ ഡിഫറെന്റ് നെയ്ബറിംഗ് സെൽസ് ടുഗദർ. അപ്പൊ നമുക്ക് നോക്കാം എവിടെയാണ് മിഡിൽ ലാമെല്ല ഇരിക്കുന്നത്. സെയിം. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു സെല്ല്, അതിന്റെ സെൽവാൾ, അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ ഈ നെയ്ബറിംഗ് സെൽസിനെ തമ്മില് കൂട്ടി യോജിപ്പിക്കുന്ന കാൽഷ്യം പെക്റ്റേറ്റിന്റെ ഒരു ലെയർ ആണ് മിഡിൽ ലാമെല്ല. കണ്ടോ? അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ലെയർ ഉണ്ട്, അതാണ് മിഡിൽ ലാമെല്ല. എന്തായാലും ഇനി നോക്കാം നമുക്ക് പ്ലാസ്മോഡെസ്മാറ്റ. അപ്പൊ ഞാൻ ഓരോ ഇത് വരച്ച് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇവിടെ എവിടെ നിന്ന് വരുന്നു? ഓക്കെ, ഇതാ ഇവിടെ നമുക്കൊരു സെല്ല്, ഒരു സെല്ല്, ദെൻ അടുത്ത സെല്ല്, സി ഇവിടെ അടുത്ത സെല്ല്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു പ്ലാസ്മോഡെസ്മാറ്റ കണക്ഷൻ. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ പ്ലാസ്മോഡെസ്മാറ്റ കണക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാസ്മോഡെസ്മാറ്റ അല്ല, ഈ ഒരു മിഡിൽ ലാമെല്ല. മിഡിൽ ലാമെല്ല ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാ മക്കളെ? കാൽഷ്യം പെക്റ്റേറ്റ് കൊണ്ടാണ് കേട്ടോ. കാൽഷ്യം പെക്റ്റേറ്റ് കൊണ്ടാണ് മിഡിൽ ലാമെല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഇനി ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്കുള്ള കണക്ഷൻ. ആ കണക്ഷൻ ആണ് നമ്മൾ എന്ത് പറയാ? പ്ലാസ്മോഡെസ്മാറ്റ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കാണ്. ഇനി ഇവിടെ നമ്മളൊരു കണക്ഷൻ വരക്കാൻ പോവാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സെല്ലിൽ നിന്ന് ആ സെല്ലിലേക്ക്, ഈ സെല്ലിൽ നമുക്ക് അയൽപക്കക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാവില്ലേ? പാസ് ചെയ്യാലോ. അപ്പൊ ഈ പാസേജിന് പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്മോഡെസ്മാറ്റ. ഓക്കെ, വൺസ് അഗൈൻ ഞാൻ കാണിച്ചു തരാം. The middle lamella എന്ന് പറഞ്ഞാൽ a layer made up of calcium pectate which holds different neighboring cells together. അപ്പൊ ഈ neighboring cellsനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നതാണ് ഏത്? നമ്മളുടെ ആ കണക്ഷൻ ആണ്. കണക്ഷൻ അല്ല, ഹോൾഡ് ചെയ്യുന്ന ഒരു സിമെന്റിങ് സബ്സ്റ്റൻസ് ആണ് ഏതാ? നമ്മുടെ മിഡിൽ ലാമെല്ല. ദെൻ ഈ അഡ്ജസന്റ് സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻ ആണ് എന്ത് പറയാ? പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയാം. സി, ഇനി നമുക്ക് അപ്പൊ നമ്മൾ ഇനി ഓരോ സെൽ ഓർഗനൽസ് ആയിട്ട് അങ്ങ് പഠിച്ചു പോവാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കേട്ടോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ചിത്രം നോക്കൂ. ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓർ റെറ്റിക്കുലം ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് സ്കാറ്റേർഡ് ഇൻ ദ സൈറ്റോപ്ലാസം. അപ്പൊ സൈറ്റോപ്ലാസത്തിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന
ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാം. അപ്പൊ ഞാനൊരു ചിത്രം വരക്കാൻ പോവാ. ഇതൊരു സെല്ല്. ഈ സെല്ലിന് എന്ത് ചെയ്യും, ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. തന്നെ ഈ ന്യൂക്ലിയസിന് നമുക്ക് 2 മെംബ്രെയിൻ ഉണ്ടാവും, ഔട്ടർ മെംബ്രെയിനും ഇന്നറും. ഞാനത് ചെറുതായിട്ടാണ് വരയ്ക്കാം. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് സൈറ്റോപ്ലാസത്തിലൂടെ പോകുന്ന ഒരു ട്യൂബുലാർ നെറ്റ്വർക്കിനാണ് നമ്മൾ എന്ത് പറയാ മക്കളെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാം. അപ്പൊ നമ്മൾ തോട്ടത്തിലൊക്കെ ഇങ്ങനെ ചാലുകൾ ഉണ്ടാവില്ലേ, വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ നെറ്റ്വർക്ക് ഓഫ് ടൈനി ട്യൂബുലാർ റെറ്റിക്കുലം ഓർ ടൈനി ട്യൂബുലാർ സ്ട്രക്ചർ സ്കാറ്റേർഡ് ഇൻ ദ സൈറ്റോപ്ലാസം. This divides the intracellular space into സെല്ലിന്റെ ഉള്ളിലുള്ള സ്പേസിനെ 2 കമ്പാർട്ട്മെന്റ് ആക്കി മാറ്റും. ഒന്ന് എന്ന് പറഞ്ഞാൽ ലൂമിനൽ ആണ്. ലൂമിനൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ട്യൂബിന്റെ ഉള്ളിലുള്ള സ്പേസിന് നമ്മൾ ലൂമിനൽ എന്ന് പറയും. അതായത് ഇൻസൈഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്നാൽ അതിന്റെ പുറത്ത് കാണുന്ന സ്പേസ് ഏതാണ്, അത് എക്സ്ട്രാ ലൂമിനൽ ആണ് അല്ലെ. എക്സ്ട്രാ ലൂമിനൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു അപ്പൊ അത് സ്വാഭാവികമായിട്ടും എന്താവും, സൈറ്റോപ്ലാസം ആവും എക്സ്ട്രാ ലൂമിനൽ. അപ്പൊ ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ എന്ത് പറയാ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. ഇനി ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് RERഉം SERഉം. RER എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. RER എന്ന് പറഞ്ഞാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. SER എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇപ്പൊ നിങ്ങൾ ഈ 2 ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിന്റെ മുകളിൽ ഇങ്ങനെ റൗണ്ട് മുത്ത് പോലെയുള്ള ഒരു അറേഞ്ച്മെന്റ് കാണാം. ഇവിടെ അതില്ല. അതായത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ റൈബോസോമുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് മക്കളെ ഈ കാണുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. ഓർ RER. RRR അല്ല കേട്ടോ, RER. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റൈബോസോംസ് എപ്പോഴും ചോദിക്കും. അറ്റാച്ച്ഡ് ടു ദ സർഫസ്, അതിനാണ് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാം. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻ ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദാറ്റ് ഈസ് പ്രോട്ടീൻ സിന്തസിസ് അല്ലെ. പ്രോട്ടീൻ സിന്തസിനെ സഹായിക്കുക എന്നുള്ളതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിതൗട്ട് റൈബോസോം ഇല്ലാത്തതിനാണ് നമ്മൾ എന്ത് പറയാ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാ. അതിന്റെ ഫങ്ഷൻ ലിപ്പിഡ് സിന്തസിസ്. മസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. പ്രോട്ടീൻ സിന്തസിസ് ആണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫങ്ഷൻ. ദെൻ ലിപ്പിഡ് സിന്തസിസ് ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫങ്ഷൻ. ദെൻ ഇനി എന്ത് വേണം, ഓക്കെ. ചിത്രങ്ങൾ ഞാൻ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറെ ഡയഗ്രാംസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ പിന്നെ നെക്സ്റ്റ് സെൽ ഓർഗനൽസിലോട്ടാണ് നമ്മൾ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗോൾജി അപ്പാരറ്റസ്. ഞാൻ പിന്നെ പറയാണ്, ഭയങ്കര സ്പീഡിലാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ആണ്. ഓക്കെ. ഗോൾജി അപ്പാരറ്റസ് കണ്ട ചിത്രം കണ്ടില്ലേ, ഗോൾജി അപ്പാരറ്റസ്. ദെൻ ഇത് ആരാണ് ഒബ്സർവ് ചെയ്തത്? ദിസ് ഗോൾജി അപ്പാരറ്റസ് ഒബ്സർവ്ഡ് ബൈ കമിലിയോ ഗോൾജി. ഗോൾജി ആണ് ഇത് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മൾ ഇതിന് പേരിട്ടത് ഗോൾജി അപ്പാരറ്റസ്. ഫസ്റ്റ് ഒബ്സർവ്ഡ് ദിസ് ആൻഡ് നെയ്മഡ് ആഫ്റ്റർ ഹിം. consist of many flat disc shaped sacs. കുറേ ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് ചാക്കുകളാണ്. അതേ പറയുന്ന പേരാണ് സിസ്റ്റേർനെ. നോക്കൂ നിങ്ങൾ, ഈ ചാക്കുകൾ സിസ്റ്റേർനെ. then they are stocked parallel to each other. ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട്. then എവിടെയാ കാണുന്നത്? അറേഞ്ച്ഡ് നിയർ ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസിന്റെ അടുത്ത് കാണുന്നു. then ഇതിന് 2 ഫേസുകളുണ്ട് വിത്ത് കോൺവെക്സ് ഫേസ്. കോൺവെക്സ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ അതിനൊരു കോൺവെക്സ് ഫേസ് ഉണ്ടാവും, ഇപ്പുറത്തെ ഒരു കോൺകേവ് ഫേസ് ഉണ്ടാവും അല്ലെ. കോൺവെക്സ് ഫേസിനെ നമ്മൾ എന്ത് പറയും? സീസോർ ഫോമിംഗ് സ്പേസ് എന്ന് പറയും. ആൻഡ് കോൺകേവിന് ട്രാൻസ് ഓർ മെച്ചുറിംഗ് ഫേസ് എന്ന് പറയും. ട്രാൻസ് ഓർ മെച്ചുറിംഗ് ഫേസ് എന്നാണ് കോൺകേവ് ഫേസിന് പറയാം. അപ്പൊ ഇങ്ങനെ കുറെ സാക്ക് പോലത്തെ സ്ട്രക്ചേഴ്സ് അറേഞ്ച് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് നമ്മുടെ ഇത് ഗോൾജി അപ്പാരറ്റസ്. ദെൻ
What is the function of Golgi apparatus? Golgi apparatusന് എന്തൊക്കെയാണ് ഫംഗ്ഷൻ? എന്താണ് ഫംഗ്ഷൻ? ഫസ്റ്റ് വൺ, പാക്കിംഗ് ഓഫ് മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുക. എങ്ങോട്ട് പാക്ക് ചെയ്യുക? ഓക്കെ, to be delivered to intracellular or extracellular target. ഒന്നുകിൽ സെല്ലിന്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് പാക്ക് ചെയ്യുക. ഓരോ മെറ്റീരിയൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാക്ക് ചെയ്യുന്നതാണ് ഇത് ഗോൾജി അപ്പാരറ്റസ്. The materials to be packed in the form of vesicles from endoplasmic reticulum. അതായത് ഈ പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നേരെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വെസിക്കിൾസിന്റെ ഫോമിലാണ് വരിക. എന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മുടെ ഗോൾജി അപ്പാരറ്റസുമായിട്ട് ഫ്യൂസ് ചെയ്ത് സിസ് ഫേസ് ഓർ മൂവ് ടുവേർഡ്സ് ദ ട്രാൻസ് ഫേസ്. ഇപ്പൊ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ മെറ്റീരിയൽസ് പാക്ക് ചെയ്യാനുള്ളത് വന്ന് ഗോൾജി അപ്പാരറ്റസിന്റെ അടുത്തോട്ട് വന്ന് അവിടെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഇതിനെ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യുന്നത് കേട്ടോ. Many proteins synthesized by endoplasmic reticulum modified by Golgi apparatus before release. അതായത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാക്കിയ മിക്ക പ്രോട്ടീൻസും ആര് വെരിഫൈ ചെയ്യണം? നമ്മുടെ ഗോൾജി അപ്പാരറ്റസ് വെരിഫൈ ചെയ്യണം. അതായത് പാക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനലാണ് മക്കളെ ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, കണ്ട ഇങ്ങനെ വെസിക്കിൾസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വരുന്നു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഗോൾജിയിലൂടെ അത് പാസ് ചെയ്യും. ദെൻ ഇനി അടുത്ത സെൽ ഓർഗനലാണ് ലൈസോസോം. നെക്സ്റ്റ് സെൽ ഓർഗനലാണ് ലൈസോസോം. ലൈസോസോം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മുന്നേ നമ്മുടെ ബുക്കിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ലാത്തോണ്ടാ പറഞ്ഞത് സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്നു കേട്ടോ. ഇതിന് മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചർ ഫോംഡ് ബൈ ഗോൾജി ബോഡിയിൽ നിന്ന് വരുന്ന മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചർ ആണ്. ഇറ്റ്സ് റിച്ച് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. അതായത് ഇതിന്റെ ഉള്ളിൽ എൻസൈം ഏതൊക്കെയാണ്? എല്ലാ ടൈപ്പ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. എല്ലാ സാധനങ്ങളെയും ഡൈജസ്റ്റ് ചെയ്യാനുള്ള ലിപ്പേസസ് ഉണ്ട്, അങ്ങനെ ലിപ്പിഡുകളെ ഡൈജസ്റ്റ് ചെയ്യുക. പ്രോട്ടീസസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. എന്ത് സാധനം വന്നാലും അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എല്ലാം എൻസൈംസും ആരിലുണ്ട്? നമ്മുടെ ലൈസോസോമിലുണ്ട്. അതുകൊണ്ട് ദീസ് എൻസൈംസിനുള്ള പ്രത്യേകത, ദീസ് എൻസൈംസ് ആർ കേപ്പബിൾ ഓഫ് ഡൈജസ്റ്റിംഗ്. എന്തിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാം? കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാം, പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാം, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് എല്ലാറ്റിനെയും ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ലൈസോസോമിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൈസോസോമിനെ സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കും കേട്ടോ. എന്ത് സാധനം വന്നാൽ അതിനൊക്കെ നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കും. ഓക്കെ, ഇതൊരു മെംബ്രെയിൻ ആണ് ഉള്ളത് കേട്ടോ. ലൈസോസോമിന് സിംഗിൾ മെംബ്രെയിൻ ആണ് ഉള്ളത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വാക്യൂൾ ആണ്. വാക്യൂൾ നമുക്കറിയാം പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നതാണ് വാക്യൂൾ. ദെൻ എന്താ ഇപ്പൊ നോക്കൂ, ഇതാണ് വാക്യൂൾ. ഓക്കെ, മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ഫൗണ്ട് ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്പേസിനാണ് നമ്മൾ വാക്യൂൾ എന്ന് പറയാ. അതിൽ എന്താണ് ഉണ്ടാവുക? ഇത് കണ്ടെയ്ൻ വാട്ടർ, സാപ്പ് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെ. വാട്ടർ കാണുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ സാപ്പ് എന്ന് പറഞ്ഞാൽ മറ്റു സാധനങ്ങളെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ എക്സ്ക്രീറ്ററി പ്ലാന്റിന് ആവശ്യമില്ലാത്ത പുറത്തോട്ട് പോകാനുള്ള സാധനങ്ങളെല്ലാം അതിലുണ്ട്. ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇവയെ ബൗണ്ട് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ബൗണ്ടഡ് ബൈ എ സിംഗിൾ മെംബ്രെയിൻ. ആ മെംബ്രെയിൻ്റെ പേരാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. വാക്യൂളിനെ ബൗണ്ട് ചെയ്തിരിക്കുന്ന സിമ്പിൾ മെംബ്രെയിൻ്റെ പേരാണ് ടോണോപ്ലാസ്റ്റ്, which facilitates the active transport of materials from cytoplasm to vacuole. അപ്പോൾ ഈ ടോണോപ്ലാസ്റ്റിന്റെ ഉള്ളിലൂടെയാണ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ദെൻ പ്ലാന്റ് സെല്ലിൽ വാക്യൂൾ 90% വാക്യൂൾ ആട്ടോ. കണ്ടോ വാക്യൂൾ. അമീബയിൽ കോൺട്രാക്റ്റിൽ വാക്യൂൾ ഉണ്ട്, പ്രോട്ടിസ്റ്റയിൽ ഫുഡ് വാക്യൂൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ വാക്യൂൾസ് ഏത് പ്ലാന്റ് സെല്ലിൽ വാക്യൂളിന്റെ ഏരിയ ആണ് കൂടുതലായിട്ട് കാണുന്നത്. കണ്ടോ വാക്യൂൾ. ഇനിയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനലാണ്. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെൽ ഓർഗനലാണ്
That is the powerhouse of the cell. എവിടെയാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് പറയാ. അതാണ് നമ്മുടെ പവർ ഹൗസ്. ഓക്കെ. ദെൻ മൈറ്റോകോൺട്രിയ സിലിണ്ടറിക്കൽ ആണ് കേട്ടോ. ദെൻ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്. Then number varies according to physiological activity of the cell. സെല്ലിന് ഫിസിയോളജിക്കൽ ആയിട്ട് എത്ര ആക്ടിവിറ്റി, ഇപ്പൊ നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് അവിടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. അതിനൊരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട് കേട്ടോ. Then it divides the lumen into outer and inner compartment ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ രണ്ട് മെംബ്രെയിൻ ഉണ്ട് ഒരു മൈറ്റോകോൺട്രിയയ്ക്ക്. സെയിം. Then മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് നോക്കൂ. ഇന്നർ കമ്പാർട്ട്മെന്റ് ഫോംസ്, ഇതിന്റെ ഉള്ളിൽ രണ്ട് മെംബ്രെയിന്റെയും ഉള്ളിൽ കാണുന്ന സ്പേസ് ആണ് എന്ത് പറയാ, മാട്രിക്സ് എന്ന് പറയാ. ഇത് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഇൻഫോൾഡിങ്സ്. ഇപ്പൊ മാട്രിക്സിന്റെ ഉള്ളില് ഈ ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ വന്ന് നേരത്തെ നമ്മൾ മീസോസോം പറഞ്ഞ പോലെ കുറെ ഇൻഫോൾഡിങ്സ് ഉണ്ട്. ഇത് നോക്കൂ മക്കളെ, ഇത് ഡയഗ്രാം വരക്കാന്, ലാബിൽ ചെയ്യാന്, പിന്നെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഇൻഫോൾഡിങ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്നാണ് പറയാ. ഇതിന്റെ ഉള്ളിലുള്ള സ്പേസ് മാട്രിക്സ്, ഇതിന്റെ ഇൻഫോൾഡിങ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റേ. ദെൻ കണ്ട ചിത്രത്തിൽ കണ്ട ക്രിസ്റ്റേ, മാട്രിക്സ്, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. ദെൻ ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പവർ ഹൗസ് ഓഫ് ദി സെൽ. വാവ്, എന്താണ് മൈറ്റോകോൺട്രിയെ നമ്മൾ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് വിളിക്കാൻ കാരണം എന്താന്നുള്ളതാണ്. ഇറ്റ്സ് എ സൈറ്റ് ഓഫ് ഇറോബിക് റെസ്പിറേഷൻ. നമ്മുടെ എറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഓക്സിജൻ വെച്ച് ശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ എറോബിക് റെസ്പിറേഷന്റെ സൈറ്റ് ആയതുകൊണ്ട് then it produce cellular energy in the form of ATP. cellular energy, നമ്മുടെ എനർജി കറൻസി ആണ് ATP. നമ്മൾ പൈസ ഒക്കെ അടുക്കി വെക്കൂലെ, അതേപോലെ സെല്ലുകൾക്കുള്ളിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ATPയുടെ ഫോമിലാണ്. To produce cellular energy in the form of ATP, hence it's called powerhouse of the cell. Then ഇനി ഇവയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഒരു മൊത്തം പവറാണ് കേട്ടോ. മാട്രിക്സ് ഫോഴ്സ് സിംഗിൾ, ഇവയ്ക്ക് സ്വന്തമായിട്ട് തന്നെ എന്തുണ്ട്, സിംഗിൾ സർക്കുലർ DNA ഉണ്ട്, ഫ്യൂ RNA ഉണ്ട്, റൈബോസോം ഉണ്ട്. അപ്പൊ സ്വന്തം പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യാം. സാധാരണ നമ്മൾ DNA, RNA, പ്രോട്ടീൻസ് അങ്ങനെയല്ലേ പോലെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉള്ളത് കൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മൈറ്റോകോൺട്രിയെ നമ്മൾ സെമി ഓട്ടോണോമസ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോ ഇത്രയാണ് മൈറ്റോകോൺട്രിയന്റെ സ്ട്രക്ചർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽ, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെൽ ഓർഗനലിൽ പെട്ടതാണ് ഒന്ന് മൈറ്റോകോൺട്രിയ കേട്ടോ. ഇനിയുള്ളതാണ് പ്ലാസ്റ്റിഡ്സ്. ഇതും നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കും. പ്ലാസ്റ്റിഡ്സ് എവിടെയാ കാണുന്ന മക്കളെ? പ്ലാസ്റ്റിഡ്സ് ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽസ് ആൻഡ് യൂഗ്ലിനോയിഡ്സ്. പ്ലാന്റ് സെല്ലിലും യൂഗ്ലിനോയിഡ്സിലാണ് പ്ലാസ്റ്റിഡ്സ്. പല ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മള് ഗ്രീൻ കളറുള്ള പ്ലാസ്റ്റിഡ്സിന് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. ദെൻ കാരോട്ടിൻ ആൻഡ് സാന്തോഫിൽ, അതായത് ഓറഞ്ച് കളറൊക്കെ ഉള്ള ഇതിന് നമ്മൾ എന്ത് വിളിക്കും, ക്രോമോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. ദെൻ കളർലെസ് ആയിട്ട് കളർ ഇല്ലാത്ത തന്നെ നമ്മൾ എന്ത് വിളിക്കും, ലൂക്കോപ്ലാസ്റ്റ്. ചോദിക്കാറുണ്ട് എപ്പോഴും ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഓക്കെ. ദെൻ അടാ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നോക്ക്, നിങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കേ. ഓക്കെ. ആൻഡ് ദെൻ ഇനി ലൂക്കോപ്ലാസ്റ്റ്, ഇതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലൂക്കോപ്ലാസ്റ്റില് നമ്മൾ പറഞ്ഞു കളർലെസ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. പല ടൈപ്പുള്ള ഫുഡുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലാസ്റ്റിഡ്സ് ആണ് ഇത് നമ്മുടെ ലൂക്കോപ്ലാസ്റ്റ്. അതിൽ അമൈലോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിഡ് ഉണ്ട്. അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അമൈലോപ്ലാസ്റ്റ്. ഓയിൽസും ഫാറ്റ്സും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എലിയോപ്ലാസ്റ്റ്. ദെൻ പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്യൂറോപ്ലാസ്റ്റ്. ചോദിക്കും, എപ്പോഴും ചോദിക്കും അമൈലോപ്ലാസ്റ്റ്, എലിയോപ്ലാസ്റ്റ് ആൻഡ് അല്യൂറോപ്ലാസ്റ്റ്. ഓക്കെ. ദെൻ നല്ലോണം പഠിക്കട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കേ, സിമ്പിളായിട്ട് വിടരുത്. നല്ല മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്.
ഇനി നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഫോട്ടോസിന്തസിസ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ പഠിക്കണം. എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത നമുക്കറിയാം. ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമുക്ക് എന്താണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ? ടീച്ചർ ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ്. രണ്ട് മെംബ്രെയിൻ ഉണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിൻ. പിന്നെ അതിന്റെ ഉള്ളിൽ കാണുന്ന സ്പേസ് കണ്ട, ഉള്ളിൽ കാണുന്ന ഈ സ്പേസിന് പറയുന്ന പേരാണ് സ്ട്രോമ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിൽ കാണുന്ന സ്പേസ് മാട്രിക്സ് ആണ് കേട്ടോ. ഇവിടെ കാണുന്ന സ്പേസ് ആണ് സ്ട്രോമ. ഓക്കെ, ആൻഡ് ദെൻ ഇനി ഇതിന്റെ ഉള്ളില് ഈ സ്ട്രോമയുടെ ഉള്ളില് കുറേ പിഗ്മെന്റുകൾ അടങ്ങിയ ചാക്കുകൾ ഇരിക്കണം. നമ്മൾ കടയിലൊക്കെ അരി ചാക്ക് വെച്ച പോലെ അല്ലെ. അപ്പൊ ഇതിനാണ് നമ്മൾ ഈ ചാക്കുകൾക്കാണ് എന്ത് പറയാ, തൈലക്കോയിഡ്സ് എന്ന് പറയാ. ഞാനത് ഒന്നുകൂടി ലാബിൽ ചെയ്യാം കേട്ടോ. തൈലക്കോയിഡ്. ഇതിന്റെ സിംഗിൾ ചാക്കിന് നമ്മൾ എന്ത് പറയും, തൈലക്കോയിഡ് എന്ന് പറയും. ഈ ചാക്കുകൾ ഒന്നായിട്ടല്ല ഇരിക്കുന്നത്. They are arranged one above the other like the piles of coins. നാണയത്തൊട്ടുകൾ അടുക്കി വെച്ച പോലെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് പറയും, ഗ്രാന എന്ന് പറയും. ഇവിടെ ഗ്രൂപ്പിന് നമ്മൾ ഗ്രാന എന്ന് പറയും. ദെൻ ഒരു ഗ്രാനയിൽ നിന്ന് അടുത്ത ഗ്രാനയിലോട്ട് കണ്ടോ കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻ പോകുന്നത് സ്ട്രോമയിലൂടെ ആയതുകൊണ്ട് നമ്മൾ അവയെ എന്ത് വിളിക്കും, സ്ട്രോമ ലാമെല്ല എന്ന് വിളിക്കും. ലാമെല്ല. ഇനി നോക്കാം, ഇവിടെ ഒരു തൈലക്കോയിഡിന്റെ ഉള്ളിൽ, ഓരോ തൈലക്കോയിഡിന്റെ ചാക്കുകൾക്കുള്ളിൽ ഓരോ സ്പേസ് ഉണ്ടാവും. അപ്പൊ ഈ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ല്യൂമൻ. ഇതാണ് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ് പഠിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നല്ലോണം എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ചാക്കുകൾ, ഒരു ചാക്കിന് പേര് തൈലക്കോയിഡ്. Then they are arranged one above the other. Then groups of thylakoids known as grana. The granas are interconnected by stroma, lamella, and the space inside the chloroplast known as stroma. Okay. അപ്പോ അതാണ് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ്. ഇതിന്റെ നോക്കാം നമുക്ക് എങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നോക്കൂ. സിമ്പിൾ. ക്ലോറോപ്ലാസ്റ്റ് ഫൗണ്ട് ഇൻ മീസോഫിലിലാണ് കാണുന്നത് അല്ലെ. ലീഫിലൊക്കെ തന്നെ മീസോഫിലിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിനെ കാണാം. അവിടെ ഷേപ്പ് മേ ബി ഓവൽ, സ്ഫെറിക്കൽ, ഡിസ്കോയിഡ്, റിബൺ ലൈക്ക് പല ഷേപ്പിലും കാണാം. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്, അത് ഞാൻ പറഞ്ഞു. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. സ്പേസ് ലിമിറ്റഡ് ബൈ ഇന്നർ മെംബ്രെയിൻ ഓർ സ്പേസ് ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ് known as what? സ്ട്രോമ. ഉള്ളിലുള്ള സ്പേസിന് നമ്മൾ സ്ട്രോമ എന്ന് പറയും മക്കളെ. ആൻഡ് ദെൻ പിന്നെ ഉള്ളതാണ് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സ് എന്താണെന്ന് നോക്കാം. തൈലക്കോയിഡ്സ് ആർ ഫ്ലാറ്റൻഡ് മെംബ്രെയിനസ് സാക്സ് ഫൗണ്ട് ഇൻ ദ സ്ട്രോമ. ഓക്കേ, ആൻഡ് ദെൻ ദേ അറേഞ്ച്ഡ് ലൈക്ക് സ്റ്റോക്സ് ഓഫ് കോയിൻസ്. ആ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഗ്രാന. The tubules connecting the thylakoids of different grana. പല ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്യൂബിനാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രോമ, ലാമെല്ല എന്ന് പറയാ. ദെൻ ഈ ഒരു തൈലക്കോയിഡിന്റെ ഉള്ളിലുള്ള സ്പേസിനാണ് എന്ത് പറയാ, ലൂമൻ എന്ന് പറയാ. ദെൻ നമുക്കൊരു സംശയം ഉണ്ടാവും, ക്ലോറോപ്ലാസ്റ്റ് മൊത്തമായിട്ട് ക്ലോറോഫിലാണ്. അല്ല, ക്ലോറോഫിൽ അടുക്കി വെച്ചിരിക്കുന്നത് നമ്മളെ തൈലക്കോയിഡിന്റെ ഉള്ളിലാണ് കേട്ടോ. Chlorophyll pigments are located in the thylakoid. ഈ ചാക്കുകൾക്കുള്ളിലാണ്, നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. ഇനി മൈറ്റോകോൺട്രിയയുടെ പോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിനും സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, അവയ്ക്ക് DNA, റൈബോസോം ഒക്കെ ഉണ്ട്. അതായത് സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടത്താനുള്ള കഴിവ് ആർക്കുണ്ട്, ക്ലോറോപ്ലാസ്റ്റിനുണ്ട്. They are semi-autonomous. The chloroplast contain enzymes required for the synthesis of carbohydrates and proteins. Stromയിൽ small circular DNA ഉണ്ട്, റൈബോസോംസ് എല്ലാം ഉണ്ട്. അപ്പൊ സ്വന്തമായിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് അവര് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. ആരെ പോലെ, നമ്മുടെ മൈറ്റോകോൺട്രിയയെ പോലെ. ഓക്കെ, നെക്സ്റ്റ് സെൽ ഓർഗനൽ റൈബോസോംസ് ആണ്. റൈബോസോംസിന്റെ പ്രത്യേകത ആർ ഗ്രാനുലാർ സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തത് ജോർജ് പാലേഡ് ആണ്.
അതിൽ RNAയും പ്രോട്ടീൻസും ആണുള്ളത് കേട്ടോ. റൈബോസോമുകളുള്ളത് അതിൽ RNA പ്രോട്ടീൻസും ആണുള്ളത്. ആൻഡ് ദേ ആർ നോൺ മെംബ്രെയിനസ്. മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടില്ല, നോൺ മെംബ്രെയിനസ് ആണ്. യൂക്കാരിയോട്ടിക് റൈബോസോമുകൾ 80S ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊകാരിയോട്ടിക് റൈബോസോം എന്താണ്, 70S ആണ്. അവയുടെ ഫങ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് റൈബോസോമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനിയുണ്ടോ? പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നു. ഇനി സൈറ്റോസ്കെലിറ്റൻ ആണ്. ഓക്കെ, ഇനിയുള്ളതാണ് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മളെ സ്കെലിറ്റൻ ഇല്ലേ, നമ്മുടെ സ്കെലിറ്റൻ ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് ഉള്ളത്. അങ്ങനെ സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ഫിലമെന്റസ് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചർ പ്രസന്റ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനാണ് നമ്മളിത് കണ്ടോ നിറയല്ല, ഇതിനാണ് നമ്മൾ എന്താ പറയാ, സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയാ. അപ്പൊ അതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സപ്പോർട്ട്, മോട്ടിലിറ്റി and maintain the shape of the cell. അല്ലെ, സെല്ലിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അതിന്റെ ഫങ്ഷൻ കേട്ടോ. പിന്നെയുള്ളത് സീലിയ ആൻഡ് ഫ്ലെജെല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ. ഇത് സീലിയ എന്ന് പറഞ്ഞാൽ ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ആണ്, ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദ സെല്ല്. ഫ്ലെജെല്ല ലോങ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ സെൽ മൂവ്മെന്റ് കേട്ടോ. അത് നീ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇനിയുള്ളതാണ് സീലിയയുടെയും ഫ്ലെജെല്ലേന്റെയും ഒരു സ്ട്രക്ചറാണ് അത് പറയുന്നത്. അവയുടെ കോറിന് ബേസിന് നമ്മൾ എന്ത് പറയും, ആക്സോനീം എന്ന് പറയും കേട്ടോ. ഇത് കൂടുതൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറൊന്നുമില്ല, എന്നാലും ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ചോദിച്ചു കൂടായികയും ഇല്ല. അപ്പൊ അവരുടെ ബേസിന് നമ്മൾ ആക്സോനി എന്ന് പറയും. അതിൽ കുറേ മൈക്രോ ട്യൂബിൾസ് അതിന്റെ ബേസിൽ ഇങ്ങനെ പാരലായിട്ട് കുറേ ട്യൂബിൾസ് പാസ് ചെയ്യുന്നുണ്ടാവും. അതായത് 9+1 അറേഞ്ച്മെന്റ് എന്നാണ് പറയാ കേട്ടോ. അതായത് ഈ സൈഡിലൂടെ പെരിഫറൽ സൈഡിൽ 9 എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, 9 ഉണ്ട്. സെന്ററില് ഒരു പെയറുണ്ട്. ഈ സെൻട്രൽ പെയറുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ബ്രിഡ്ജസ് മുഖേനയാണ്. സെൻട്രൽ പെയേഴ്സ് ആർ കണക്റ്റഡ് ബൈ ബ്രിഡ്ജസ്. ദെൻ അതിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു സെൻട്രൽ ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 9+1 ആണ്. ആ 1 ആണ് സെൻട്രലിലുള്ള ഒരു പെയർ. ആ പെയറിലെ 2 എണ്ണം തമ്മിലുള്ള കണക്ഷൻ ആണ് ബ്രിഡ്ജസ് കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമ്മള് connected to one of the pair of peripheral tubules by radial spoke. അപ്പൊ ഈ സെൻട്രൽ പെയർ എന്ന് പറയുന്നത് തമ്മിൽ അവിടെ കണക്ഷൻ ബ്രിഡ്ജസ് ആണ്. പെരിഫറൽ ആയിട്ടുള്ള ട്യൂബിൾസുമായിട്ട് അവ കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കണക്ഷനാണ് നമ്മൾ എന്ത് പറയാ, റേഡിയൽ സ്പോക്ക് എന്ന് പറയാം. അതായത് സെൻട്രൽ ട്യൂബുകളിൽ നിന്ന് പെരിഫറൽ ട്യൂബുകൾക്കുള്ള കണക്ഷനാണ് റേഡിയൽ സ്പോക്ക്. ഇനി പെരിഫറൽ ട്യൂബുൾസ് പരസ്പരമുള്ള കണക്ഷനാണ് ലിങ്കേഴ്സ്. അതായത് സെൻട്രൽ ട്യൂബുൾസ് 2 തമ്മിൽ ബ്രിഡ്ജസ് മുഖേന കണക്ഷൻ ഉണ്ട്. ദെൻ ഒരു സെൻട്രലിന് പെരിഫറൽ ആയിട്ടുള്ള കണക്ഷനാണ് റേഡിയൽ സ്പോക്ക്. ദെൻ പെരിഫറൽ തമ്മിലുള്ള കണക്ഷനാണ് ഏത്, ലിങ്കേഴ്സ് കേട്ടോ. ഓക്കെ, then centrosome and centrioles. Centrosome or centrioles are organelles containing 2 cylindrical structures called centrioles. Then they lie perpendicular to each other during cell division. ഇങ്ങനെ സെൻട്രോസോമും സെൻട്രിയോളും ഒക്കെ ക്ലിയർ ആയിട്ട് കാണുന്ന സെൽ ഡിവിഷന്റെ സമയത്താണ്. ഓക്കെ, ഇനി ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് അതും ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. ഇപ്പൊ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ന്യൂക്ലിയസ്, പ്ലാസ്റ്റിഡ് ആൻഡ് ന്യൂക്ലിയസ് ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. അപ്പൊ ഞാൻ ഇതിനൊന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് അതിന്റെ ഡെഫിനിഷനിലോട്ട് പോവാം. ഇത് 2 മെംബ്രെയിൻ ഉണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്.
ഉള്ളിൽ കാണുന്ന സ്പേസ് ആണ് ന്യൂക്ലിയോപ്ലാസം ഉണ്ടോ? ഉള്ളിൽ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ദെൻ ഇതിന്റെ ഉള്ളിൽ ഒരു കണ്ടോ, ഇവിടെ ഒരു നല്ല സ്റ്റെയിനിങ് ആയിട്ടുള്ള ഒരു സ്പേസ് സ്ഫെറിക്കൽ ബോഡി കാണുന്നുണ്ട്. അതിന്റെ പേരാണ് ന്യൂക്ലിയോലസ്. ദെൻ അത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ ആണ് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ DNA ക്രോമസോം ഒക്കെ ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ് കേട്ടോ, ക്രോമാറ്റിൻ നെറ്റ്വർക്ക്. ദെൻ ഈ മെംബ്രെയിനുകൾക്ക് ഇടയിൽ കാണുന്ന ഓപ്പണിങ്ങിനാണ് നമ്മൾ എന്ത് പറയാ, ന്യൂക്ലിയർ പോർ എന്ന് പറയാം. ഓക്കെ, ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ആരാണ് ഒബ്സർവ് ചെയ്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു റോബർട്ട് ബ്രൗൺ ആണ്. ഇറ്റ് കണ്ടെയ്ൻ ന്യൂക്ലിയർ പ്രോട്ടീൻ നെറ്റ്വർക്ക് ഓഫ് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് കാണുന്നുണ്ട്. സ്പേസ് ഇൻസൈഡ് ന്യൂക്ലിയർ മാട്രിക്സ്, ഉള്ളിൽ കാണുന്നത് സ്പേസിന് ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയും. ന്യൂക്ലിയർ ആണല്ലോ 2 മെംബ്രെയിൻ വിത്ത് പെരി ന്യൂക്ലിയർ സ്പേസ്, അതായത് 2 മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്പേസിനാണ് എന്ത് പറയാ, പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറയാം, പെരി ന്യൂക്ലിയർ. Then outer membrane ഇങ്ങനെ വന്നിട്ട് ഇറ്റ്സ് കണ്ടിന്യൂസ് വിത്ത് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതിന്റെ മുകളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. ഇനി ന്യൂക്ലിയോലസ്, ഇതാ പറഞ്ഞില്ലേ, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന ഒരു മെറ്റീരിയൽ, ഇതാ സ്ഫെറിക്കൽ ബോഡിയാണ് ന്യൂക്ലിയോലസ്. മാട്രിക്സ് പോസസ് എന്താണ്, 1 or 2 spherical bodies, nucleolus. ഈ ന്യൂക്ലിയോളസിന്റെ പ്രത്യേകത സൈറ്റ് ഫോർ ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. റൈബോസോമൽ RNA സിന്തസിസ് നടക്കുന്ന ഒരു സൈറ്റ് ആണ്. സെൽ ഡിവിഷന്റെ ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ ക്രോമാറ്റിൻ കണ്ടെയ്ൻസ് ടു ഫോം ക്രോമസോം. സെൽ ഡിവിഷൻ ആകുമ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കണ്ട് ക്രോമാറ്റിൻസ് എന്തായി മാറും മക്കളെ, ക്രോമസോമുകളായിട്ട് മാറും. ക്രോമാറ്റിൻ കണ്ടെയ്ൻസ് DNA, ക്രോമാറ്റിന്റെ ഉള്ളിൽ D. അപ്പൊ അത് ഇതൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, നമ്മൾ സിമ്പിൾ ആയിട്ട് വിട്ടാലും ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ക്രോമാറ്റിനിൽ എന്തൊക്കെയുണ്ട്, DNA ഉണ്ട്, ബേസിക് പ്രോട്ടീൻ, ഹിസ്റ്റോൺസ് ഉണ്ട്, നോൺ ഹിസ്റ്റോൺസ് ഉണ്ട്, എല്ലാം കാണുന്നുണ്ട് ഇതില് ഈ ക്രോമാറ്റിനിൽ. അപ്പൊ ഈ ക്രോമാറ്റിൻ എന്ത് ചെയ്യും, സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ക്രോമസോം ആവും. സെൽ സൈക്കിൾ എന്നുള്ള ചാപ്റ്ററിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, സെൽ സൈക്കിൾ. ന്യൂക്ലിയർ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് ക്രോമസോംസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് DNA ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ക്രോമാറ്റിൻ നെറ്റ്വർക്ക് എന്തായി മാറും, ക്രോമസോമുകളായിട്ട് മാറും. നമുക്ക് 46 ക്രോമസോം ഉണ്ട്, അതായത് 23 ജോഡി ക്രോമസോമുകളുണ്ട്. ക്രോമസോം, ഈച്ച് ക്രോമസോം ഹാസ് 2 chromatids and a primary constriction centrum. ഓരോ ക്രോമസോമിന് എന്താണ് 2 chromatids ഉണ്ട്, 2 ആംസ് ഉണ്ട്. നോക്കൂ, ഈ 2 ആംസ് ഉണ്ട്. ദെൻ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സെൻട്രോമിയർ. ഒരു കെട്ട്, on each side of the centromere there is a disc shaped structure ഉണ്ട്, അതിന് കൈനറ്റ് കോർ എന്ന് പറയും കേട്ടോ. ഇനി ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ അവസാനിക്കാൻ പോവാട്ടോ. ഈ ക്രോമസോമുകള് അവയുടെ സെൻട്രോമിയർ എവിടെയാണോ പ്രസന്റ് അതിനനുസരിച്ച് ക്രോമസോമുകളെ നമ്മൾ 4 ആക്കി തിരിച്ചിട്ടുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. മെറ്റാസെൻട്രിക്, ഒന്നാമത്തത് മെറ്റാസെൻട്രിക്. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ, ഓക്കെ, മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ അറ്റ് ദ മിഡിൽ വിത്ത് 2 ഈക്വൽ ഹൗസ്. അപ്പൊ മെറ്റാസെൻട്രിക് സെൻട്രോമിയർ എവിടെ കാണും, ഇപ്പൊ ഇങ്ങനെ 2 എണ്ണം നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ മെറ്റാസെൻട്രിക്കിൽ അതിന്റെ സെന്ററിൽ മിഡിലായിട്ട് ദാ ഇവിടെ സെൻട്രോമിയർ കാണും, സെൻട്രോമിയർ മിഡിൽ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും, മെറ്റാസെൻട്രിക് എന്ന് പറയും. രണ്ടാമത് സബ് മെറ്റാസെൻട്രിക് ആണ്, സെൻട്രോമിയർ സ്ലൈറ്റ്ലി അവേ ഫ്രം ദി സെന്റർ. അപ്പൊ നമുക്ക് അങ്ങ് നോക്കാം. ഓക്കെ, സെന്ററിൽ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട്. അപ്പൊ നമുക്ക് ഒരു ലോങ് ആമും ഒരു ഷോർട്ടും വന്നില്ലേ. ഓക്കെ, അപ്പൊ സെന്ററിൽ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ടാ കാണുന്ന വെച്ചാൽ നമ്മൾ അതിനെ സബ് മെറ്റാസെൻട്രിക് എന്ന് പറയും. ദെൻ അടുത്തത് ആക്രോസെൻട്രിക് ആണ്. സെൻട്രോമിയർ സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദ എൻഡ്, എൻഡിനോട് അടുത്താണ് സെൻട്രോമിയർ കാണുന്നത് വെച്ചാൽ അതിനെ നമ്മൾ എന്താ പറയാ, ആക്രോസെൻട്രിക് എന്ന് പറയും. അപ്പൊ ഇതാ വളരെ ക്ലോസ് ആയിട്ട്
അപ്പൊ നല്ല വലിയ ആംസ് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ. ദെൻ ഇനി പിന്നെ എന്താണ് അടുത്തത്? അപ്പൊ സെൻട്രോമിയർ സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദി എൻഡ്. അപ്പൊ എക്സ്ട്രീംലി ഷോർട്ട് ആം ഉണ്ടാവും. ദെൻ അടുത്തത് ലോങ് ആം ഉണ്ടാവും. ദെൻ ലാസ്റ്റ് വൺ ടീലോസെൻട്രിക് ആണ്. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനൽ സെൻട്രോമിയർ ഉള്ളത്. ടെർമിനൽ സെൻട്രോമിയർ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയാ? ടീലോസെൻട്രിക് എന്ന് പറയും. ഏറ്റവും അറ്റത്ത് സെൻട്രോമിയർ കാണുന്നതിന് എന്ത് പറയും? ഇപ്പൊ സെൻട്രോമിയർ ഇങ്ങനെ അറ്റത്താണെങ്കിൽ നമ്മൾ എന്തതിനെ വിളിക്കും? ടീലോസെൻട്രിക് എന്ന് വിളിക്കും. ഓക്കെ, കണ്ടോ? അപ്പൊ ഇങ്ങനെ 4 ടൈപ്പ് ക്രോമസോമുകളാണ്. അവയുടെ സെൻട്രോമിയറിനനുസരിച്ച് നമ്മൾ ക്രോമസോമുകളെ 4ആക്കി തിരിച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം നോക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് അത് വരയ്ക്കുക, ലാബിൽ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ് മെറ്റാസെൻട്രിക്, സബ്മെറ്റാസെൻട്രിക്. ഒരു 6 ഉണ്ടായിരുന്നുള്ളത് അവിടെ പോയി. ഓക്കെ, സബ്മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. ഇനി ചില ക്രോമസോമുകളിൽ ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷൻ കൂടി കാണുന്നുണ്ട്. നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. മഞ്ഞവിടെ. അതിനാണ് നമ്മൾ എന്ത് പറയാ? സാറ്റലൈറ്റ് എന്ന് പറയും കേട്ടോ. സാറ്റലൈറ്റ്, നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് ലൊക്കേഷൻ. അതിന് പറയുന്ന പേരാണ് സാറ്റലൈറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. അത് എനിക്ക് സമയം എത്ര ഉണ്ട് എന്നറിയില്ല, വീഡിയോ ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഡയഗ്രാംസും ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക. നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. വെരി ഗുഡ്. താങ്ക് യു.